ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്നുള്ളൊരു സോങ് ആണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് പറഞ്ഞ സോങ് എഴുതിയതും കമ്പോസ് ചെയ്തതും ഏബൽ മിറോപോൾ എന്ന് പറഞ്ഞൊരു ആളാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സോങ് റൈറ്ററാണ്, പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്യൂഡോണിമാണ് ലൂയിസ് അലൻ എന്ന് പറയുന്നത്. അത് റെക്കോർഡ് ചെയ്തത് ബില്ലി ഹോളിഡേ എന്ന് പറഞ്ഞ ഒരു സിംഗറാണ്. ബില്ലി ഹോളിഡേ ഒരു അമേരിക്കൻ ജാസ് മ്യൂസിക് സിംഗറാണ് കേട്ടോ. അവരെ വിളിക്കുന്ന നിക്ക് നെയിം എന്ന് പറയുന്നത് ലേഡി ഡേ എന്നാണ്. ആൻഡ് അപ്പം അവരാണ് ഇത് ഒരു സ്റ്റേജിൽ അവിടെ വെച്ച് പാടിയത്, ഈ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്നുള്ള ഈ ഒരു സോങ് പാടിയത്. ഇനി നമുക്ക് സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു സോങ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സോങ് ആണ്, 3 സ്റ്റാൻസേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ബുക്കിൽ ഈ ഒരു ലിറിക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഴുതിയ ആൾ ഏബൽ മിറോപോള്. പിന്നീട് ഈ ഒരു സോങ് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്നത് മ്യൂസിക് എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അതായത് ഈ ഒരു സോങ്ങിനെ നമ്മളൊരു പ്രൊട്ടസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോങ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് എന്തിനെതിരെയോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു പാട്ടാണിത്. അപ്പോൾ എന്തിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് അമേരിക്കൻസിനെ ആളുകൾ, അതായത് ഈ അമേരിക്കയിലുള്ള ആളുകൾ, എസ്പെഷ്യലി സൗത്ത് അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് ബ്ലാക്ക് അമേരിക്കൻസിനെ ഇങ്ങനെ ആൾക്കൂട്ടം, അവിടെയുള്ള വൈറ്റ് ആയിട്ടുള്ള ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനെ പറയുന്ന പേര് ലിഞ്ചിങ് എന്നാണ്. ലിഞ്ചിങ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ജുഡീഷ്യലായിട്ട് ആളുകൾ നിയമം കയ്യിലെടുത്ത് ഹേറ്റ് ക്രൈം പോലെ വയലൻസ് കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മർഡർ കമ്മിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ആളുകളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റേ സെക്ഷൻ ഓഫ് ആളുകൾ കൂട്ടം കൂടി ഒന്ന് കൊല്ലുക. അതാണ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിഞ്ചിങ്, ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ലിഞ്ചിങ്ങിനെതിരെ, അതായത് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ആ മിക്സഡ് ആയിട്ടുള്ള അവർക്കെതിരെയാണ് അവർ, അതായത് ബ്ലാക്ക്സ് എന്ന് പറയുമ്പോഴേ ഇവർക്ക് കണ്ടുകൂടാ അല്ലേ, ഒരുമാതിരിയുള്ള ആളുകൾക്ക് കണ്ടുകൂടാ. അപ്പം ഇവർ ഈ ഒരു ബ്ലാക്ക് അമേരിക്കൻസിനെ അവർക്കെതിരെയുള്ള ആ ഒരു വയലൻസ് എന്ന് പറയുന്ന കൂടി വന്നതിനെതിരെ എഴുതിയ ഒരു സോങ് ആണിത്. ആൻഡ് സദേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു ഈ ഒരു ലിഞ്ചിങ് എന്നുള്ള ഈ ഒരു വയലൻസ് ഭയങ്കരമായിട്ട് 20th സെഞ്ച്വറിയിൽ നല്ല രീതിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് വിക്ടിംസ്, അതിനകത്ത് എല്ലാ വിക്ടിംസ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് വംശജരാണ്. ഇതിനെ ഒരു ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ എന്ന് തന്നെ നമുക്ക് ഈ ഒരു പാട്ടിനെ നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് എന്താണ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ മൂവ്മെന്റ് ആണ്, ഒരു ക്യാമ്പയിൻ പോലെയാണ്. 1954 തൊട്ട് 1968 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഹാപ്പൻ ചെയ്ത ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കൊണ്ടുവന്നൊരു ക്യാമ്പയിനാണ്. അതായത് അവിടെയുള്ള ബ്ലാക്സിനെതിരെ അല്ലെങ്കിൽ ഈ ഒരുപാട് ക്രൈംസ് ഒക്കെ ഇങ്ങനെ ഹാപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലാക്ക് വംശജർക്കെതിരെ. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യൽ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന് തുടക്കമിട്ടത് ഈ ഒരു ഗാനമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് മ്യൂസിക് കൊടുത്തതും ഇവരല്ല, അതായത് മിറോപോള് ഇതിന് ലിറിക്സ് കൊടുത്തതും മ്യൂസിക് കൊടുത്തതും ഒക്കെ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ കൂടെ ഇരുന്നായിരുന്നു. ആൻഡ് വൈഫ് അതുപോലെ തന്നെ ലോറ ഡങ്കൺ എന്ന് പറഞ്ഞൊരു സിംഗറിന്റെ കൂടെ ഇരുന്നുമാണ് ഇദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തതൊക്കെ. പാടിയത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ബില്ലി ഹോളിഡേ ആയിരുന്നു. ഓക്കെ. ആൻഡ് സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് പറയുന്ന ഇതിന് ഒരുപാട് ഗ്രാമി, അതായത് ഈ ഒരു സോങ്ങിനെ സോങ്സ് ഓഫ് ദി സെഞ്ച്വറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടസ്റ്റ് പോയമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത്. അപ്പം ഈ ഒരു ആഫ്രിക്കൻ അമേരിക്കൻസിനെ തെരഞ്ഞു പിടിച്ച് അമേരിക്കൻസ് ബാക്കിയുള്ള വൈറ്റ് ആയിട്ടുള്ള ആളുകൾ കൊല്ലുന്നു, അതിനെതിരെ കൊണ്ടുവന്നതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് എസ്പെഷ്യലി ഒരു 2-3 പേരുടെ, അതായത് തോമസ് ഷിപ്പ് എന്ന് പറഞ്ഞൊരാളും എബ്രാം സ്മിത്ത് എന്ന് പറഞ്ഞൊരാളെയും കൊന്നു കളഞ്ഞു ആൾക്കൂട്ടം. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്നുള്ള സോങ് കമ്പോസ് ചെയ്തത് അല്ലെങ്കിൽ എഴുതിയത്. ബിറ്റർ ഫ്രൂട്ട് എന്നായിരുന്നു ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത്, പിന്നീടാണ് സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് മാറ്റി എഴുതിയത്. ഓക്കെ. ആൻഡ് നമുക്ക് ഇനി അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് വെച്ചാൽ വിളിക്കുന്നത് ആരെയാണ്, ആ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു ബ്ലാക്ക് അമേരിക്കൻസിനെയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് വംശത്തിൽപ്പെട്ട ആളുകളെയാണ് ഇവിടെ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് വിളിച്ചിരിക്കുന്നത് പോയത്തിനകത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ സദേൺ പാർട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ റിഡിക്യൂൾ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ആളുകളെയൊക്കെ ചിലപ്പം കൊന്ന് കെട്ടിത്തൂക്കും ഈ ട്രീസിൻ്റെ അവിടെയൊക്കെ.
ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയൊക്കെ. എന്നിട്ട് അവരെ അവിടെ ഡെഡ് ബോഡി അവിടെ തന്നെ തൂക്കിയിട്ടേക്കത്തേ ഉള്ളൂ. ആരും അത് അഴിച്ചിറക്കാനോ അല്ലെങ്കിൽ മോർച്ചറിയിൽ കൊണ്ട് വെക്കാനോ ഒന്നും ആരും തയ്യാറാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ആളുകൾ കണ്ടാലും അത് മൈൻഡ് ചെയ്യാതെ നടന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഹ്യൂമിലിയേഷൻ ആണല്ലേ അത്. അപ്പോൾ അതൊക്കെ കണ്ട് മനം നൊന്തിട്ട് എഴുതിയതാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. ആൻഡ് പറയുവാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസിൽ തൂങ്ങിക്കിടക്കുകയാണ് ഈ ഒരു സ്ട്രേഞ്ച് ഫ്രൂട്ട്. സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഡെഡ് ബോഡീസ്, ആ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഡെഡ് ബോഡീസ്. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് തന്നെ ലീവ്സിലും റൂട്ടിലും എല്ലാം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രീസിലും അതായത് വിൻഡിലും എല്ലാം എന്താണ്? ബ്ലഡിൻ്റെ അംശമാണ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ സ്മെല്ലാണെന്നാണ് നമ്മുടെ റൈറ്റർ എഴുതിയിരിക്കുന്നത്. ആൻഡ് അനദർ തിങ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്ലേവറിയൊക്കെ നമ്മൾ നിരോധിച്ചാണ്, പക്ഷേ ആ സ്ലേവറിയിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലുള്ള ക്രൂവൽറ്റിയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിനെതിരെയാണെങ്കിൽ പോലും നമ്മൾ സ്ലേവറി അല്ലെങ്കിൽ ഇതേ ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ നമ്മൾ ബ്ലാക്ക് മൈനോറിറ്റി പീപ്പിളിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെന്താണ് ക്രൈം ആക്കിയതാണെങ്കിൽ പോലും, പക്ഷേ എന്നാലും ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഇത് കൊടുമ്പിരി നിന്ന സമയത്താണ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്തത്, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഈ ബ്ലാക്സ് എന്ന് പറയുന്നത് അമേരിക്കയിൽ, അല്ലേ? അപ്പോൾ അവരെ മറ്റേ സൊസൈറ്റി, വൈറ്റ് സൊസൈറ്റി എന്ത് ചെയ്യും? ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇവർക്കെതിരെ ആരെങ്കിലും ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് നേരെ ആരെങ്കിലും ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയാൽ അവരെ കൊന്ന് കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. മർഡർ എന്നിട്ട് പറയും സൂയിസൈഡ് ആണെന്ന് പറയും. അവരുടെ ആ ഒരു വയലൻസും അവരുടെ ആ ഒരു പ്രിമിറ്റീവായിട്ടുള്ളൊരു ക്രൂവൽ നേച്ചറുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്ത് അവരെ അങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളൂ. അതായത് ഈ വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കൊല്ലുന്നതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകളുണ്ട് അവരുടെ രാജ്യത്ത്. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് നല്ല കാര്യം ചെയ്ത പോലെയാണ് അങ്ങ് കൊണ്ടുപോകുന്നത്. അതായത് അവരെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തായിരിക്കും, പ്രൈസ് ചെയ്തൊക്കെ ആയിരിക്കും ഫെലോ പീപ്പിൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു റെപ്യൂട്ടേഷനെയാണ്, അതായത് ഒരു ഇൻഫേമസ് ആയിട്ടുള്ള റെപ്യൂട്ടേഷനാണ്. അതായത് നമ്മൾ മനുഷ്യർ തന്നെയല്ലേ കൊല്ലുന്നത്. അപ്പോൾ കളറിൻ്റെ പേരിൽ അല്ലെങ്കിൽ വംശത്തിൻ്റെ പേരിൽ കൊല്ലുവാണ്, എന്നിട്ട് അത് കൂടെ നിൽക്കുന്നവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, പ്രൈസ് ചെയ്യുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വേറൊരു ടൈപ്പ് ഓഫ് ക്രൂവൽറ്റിയാണ്. ഈ ഒരു കാര്യത്തിനെയാണ് ഇവിടെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതുന്നത്. അത് വളരെ ഹോളോ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു ഷാലോ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്നാണ് പോയിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോങ് റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് പറയുന്നത് പോപ്പുലർ ട്രീസിലാണ് ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ട്രീസ് എന്ന് പറയുമ്പോൾ സദേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളൊരു ട്രീ ആണ്, അവിടെയാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്. അവർ ലൈഫ് നഷ്ടപ്പെട്ട് ഡെഡ് ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ സോ കോൾഡ് ആയിട്ടുള്ള, അതായത് ഈ സൗത്തിലുള്ള ആളുകളുടെ സ്വഭാവം കൂടിയാണ് അത് കാണിക്കുന്നത്. ആ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയാണ് കാണിക്കുന്നത്. ഡെഡ് ബോഡി തൂങ്ങിക്കിടക്കുന്ന അത് നോക്കിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ നമുക്കത് സഹിക്കാനുള്ളൊരു കഴിവുണ്ടെന്നല്ലേ. അപ്പം ആരെയൊക്കെ ഒന്ന് കെട്ടി തൂക്കിയാലും നമ്മളത് കണ്ടുകൊണ്ടില്ല ദിവസം രാവിലെയും രാത്രിയും വൈകുന്നേരവും എല്ലാം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെയും കൂടിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിമിനൽ ഇൻസ്റ്റിങ്ക്റ്റ് ഈ ആളുകൾക്കെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രേഞ്ച് ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഈ ആളുകളുടെ വയലൻസ് അല്ലെങ്കിൽ അതൊരു ഹേറ്റ് ക്രൈമാണ്, വെറുപ്പ് കൊണ്ട് ആളുകൾ ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ എന്നിട്ടത് ഡിസ്പ്ലേയിൽ ഇടുക എന്ന് പറയുന്നത് തന്നെ ഈ വൈറ്റ് ആളുകളുടെ ഒരു കൈൻഡ് ഓഫ് സുപ്രീമസിയാണ് അവിടെ കാണിക്കുന്നത്. ആ ഡെഡ് ബോഡി ഡിസ്പ്ലേയിൽ ഇട്ടേക്കും. അതിന് ബാക്കിയുള്ള ആളുകൾക്കൊരു വാർണിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഇവരുടെ ആ ഒരു പവറാണ്, അതായത് ആളുകൾ എങ്ങനെയായിരിക്കും തൂങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളും, മൗത്ത് ട്വിസ്റ്റഡ് ആയിട്ടിരിക്കും, അല്ലേ? ബേണിങ് ഫ്ലഷ്, നമ്മുടെ ഫ്ലഷ് കുറച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ബേൺ ചെയ്യുന്ന സ്മെല്ലായി മാറും. അപ്പോൾ പറയുവാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുവാണ് ആ ഒരു സ്ഥലത്ത്, പക്ഷേ എന്നാൽ പോലും ആളുകൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. അത് അവരുടെ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും ആ ഡെഡ് ബോഡി തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പവറിനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ കണ്ണ് തള്ളി ഇങ്ങനെ മൗത്ത് ട്വിസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന വെച്ചാൽ അത്രയും വയലൻറ്റ് ഡെത്തായിരുന്നു അവർ സഹിച്ചത്. അത് ഇൻവിസിബിളായിട്ട് തോന്നുവാണ് ബാക്കിയുള്ള ആളുകൾക്ക്. നോർമലൈസ് ചെയ്തിട്ട് ആളുകൾ അങ്ങ് നടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഐറണിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്രൂവൽറ്റിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഹാപ്പൻ ചെയ്യുന്ന ക്രൂവൽറ്റിയാണ്. എന്നിട്ട് ആളുകൾ നോർമലായിട്ട് ഇതിനെ പാസ് ചെയ്ത് നടന്നു പോകണം. ആളുകളെന്ന് പറയുമ്പോൾ വൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. ബ്ലാക്ക് ബോഡീസ് ഈ സദേൺ ബ്രീസിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണ്, സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് എന്താണ്, ആ ഒരു ബേണിംഗ് ഫ്ലഷിൻ്റെ മണം തന്നെ എല്ലായിടത്തും അലയടിക്കുകയാണ് ആ ഒരു കാറ്റിൽ. ആ ഒരു ഷോക്കും ട്രോമയും ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഫാമിലീസാണ് അനുഭവിക്കുന്നത്, അല്ലേ? അവരുടെ ഫാദേഴ്സോ ബ്രദേഴ്സോ സൺസോ ആയിരിക്കും ഈ തൂങ്ങിക്കിടക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് ബ്ലഡ് ഉണ്ട് ലീവ്സിലും അതുപോലെ തന്നെ റൂട്ടിലും ബ്ലഡാണുള്ളത്. അതെന്താണ് കാണിക്കുന്നത്? ആ ഒരു ഹിസ്റ്ററി ഓഫ് വയലൻസ് ആണ് കാണിക്കുന്നത്. അതായത് ബ്ലാക്ക് പീപ്പിളിനെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ആ സ്ലേവറി തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ആ ഒരു ട്രീയുടെയും ലീഫിൻ്റെയും എക്സാമ്പിൾ അല്ലെങ്കിൽ ഇമേജ് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്, ആ ഡെഡ് ബോഡി തൂക്കി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അതെന്ന് പറയുന്നത് അതിനൊരു ഡിസ്റെസ്പെക്റ്റ് ആണ്, അല്ലെ? ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്.
ഇത് ചെയ്തവർ തന്നെ ആ ഡെഡ് ബോഡിയുടെ അടുത്തുകൂടെ ഇങ്ങനെ അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കാം, ഇന്നസെൻ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഇൻജസ്റ്റിസിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഹേറ്റ് ക്രൈമിനെതിരെ ഗവൺമെൻറ് കണ്ണടയ്ക്കുന്നതിനോടും അതിനെതിരെ കൊണ്ടുവന്ന ഒരു സോങ്ങാണിത്. അതായത് ഒരു ആക്ഷൻ ഇവർക്കെതിരെ എടുക്കണം, ഒരു കോൾ ഫോർ ആക്ഷനാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത് തന്നെ. സോങ് ഓഫ് ദ സെഞ്ച്വറി എന്ന് ടൈം മാഗസിൻ ഇതിനെ 1999 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ട് ആ സമയത്താണ് കൺസിഡർ ചെയ്തത് കേട്ടോ. പിന്നെ ഇതിന് നമുക്കൊരു ആർട്ടായിട്ട് അതിപ്പം ഇതൊരു ടാബു ടോപ്പിക്കിനായിട്ട് ഡീൽ ചെയ്യുക. ടാബു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺലി ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ടാബു ടോപ്പിക്സ് എന്ന് പറയുന്നത്. ടാബു ടോപ്പിക് ഇവിടെ എന്താണ്, ബ്ലാക്ക് മെന്നിനെ കൊല്ലുന്നതാണ് ടാബു ടോപ്പിക് അമേരിക്കയിൽ. അപ്പോൾ അതിനെതിരെ ഒരു സോങ് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വളരെയധികം വളരെയധികം ബ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറേജസ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയം വളരെയധികം ഫേമസ് ആയിട്ട് മാറിയത്. ആരും പറയാനും പാടാനും എഴുതാനും മടിക്കുന്നൊരു കാര്യത്തിനെക്കുറിച്ച് ഒരാൾ ഒറ്റയ്ക്കൊരു സ്റ്റേജിൽ നിന്നങ്ങ് പാടുകയാണ് ചെയ്തത്. വളരെ പെയിൻഫുള്ളുമായി അതുപോലെ തന്നെ വളരെയധികം കോൺട്രവേഴ്ഷ്യലുമായ ഒരു കാര്യമാണ്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രേഞ്ച് ഫ്രൂട്ട്, അതായത് ഈ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് അത് അഴുകാൻ തുടങ്ങുമ്പോൾ കാക്കകൾ വന്ന് അതിനെ കൊത്തും, അതുപോലെ തന്നെ മഴ പെയ്യും, വിൻഡ് വരും, സണ്ണ് കൊണ്ട് അത് റോട്ട് ചെയ്യും ആ ബോഡി. പിന്നെന്താണ്, കുറച്ച് കഴിയുമ്പോൾ ഇത് അഴുകി താഴെ തന്നെ ആ ട്രീ തന്നെ അതിനെ ഒരു ഫ്രൂട്ട് വീഴുന്ന കണക്ക് അത് താഴെ അവിടെ തന്നെ വന്ന് അഴുകി അങ്ങ് വീഴും എന്നാണ് പറയുന്നത്. അപ്പം അതായത് ആരും അത് അഴുകി വന്ന് റോഡിൽ വീണാലും ആരും എന്ത് ചെയ്യത്തില്ല, സിമ്പത്തറ്റിക് ആയിട്ടൊന്നും ആരും അതിനെ തിരിഞ്ഞു നോക്കുപോലും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പാട്ട് മനഃപൂർവ്വമാണ് അവർ ഓപ്പൺ സ്റ്റേജിൽ പാടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെക്കുറിച്ചും കുറച്ചും കൂടി സിമ്പത്തറ്റിക്കലായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണം എന്നും കൂടിയാണ് ഇൻഡയറക്റ്റ്ലി ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വോറിന് ഡിക്ലെയർ ചെയ്ത പോലെ ആയിപ്പോയി ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഈ ഒരു പാട്ടിന് ശേഷം തുടങ്ങി, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്നാണ് ഈ ഒരു സോങ്ങിനെ പറയുന്നത് തന്നെ. അതായത് റേസിസം, ക്രൂവൽറ്റി, പെയിൻ ആൻഡ് സഫറിങ് ബ്ലാക്ക് പീപ്പിൾ അനുഭവിച്ച അതിനെല്ലാം ഒരു സിമ്പലാണ് ഈ സ്ട്രേഞ്ച് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സോങ്ങും കൂടിയാണെന്നാണ് പറയുന്നത്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീം അല്ലെങ്കിൽ ഒരു ക്രൈ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കാണുന്നത്, ഈ ഒരു സോങ്ങിനെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മ്യൂസിക് റെസിസ്റ്റൻസ് ആയി മാറിയത്. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് തടഞ്ഞു വെക്കുക, അതാണ്. ഇപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് റെസിസ്റ്റൻസ്, ഈ സൗത്ത് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ സദേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഈ മൈനോറിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസിനെതിരെ ആളുകൾ കൊന്നൊടുക്കുകയാണ്, വൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു ലിഞ്ചിങ് എന്നുള്ള ആ ഒരു മർഡറസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ, ഹേറ്റ് ക്രൈമിനെ കുറിച്ചാണ് ഈ ഒരു പോം പറയുന്നത്. പാട്ട് വഴി ഓപ്പണായിട്ട് ഈ ഒരു സിംഗർ അത് പാടുകയാണ് ചെയ്യുന്നത്. അതുവരെ ടാബു ടോപ്പിക്കായിട്ട് നിന്ന ഈ ഒരു സബ്ജക്റ്റിനെ, ആരും ഡീൽ ചെയ്യാത്തൊരു സബ്ജക്റ്റിനെ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുകയാണ്, അവർ വോയിസ് ഔട്ട് ചെയ്യുവാണ് ഈ ഒരു ഇഷ്യൂസിനെ എല്ലാത്തിനെയും കൂടി. അതുകൊണ്ടാണ് ഇതിവിടെ റെസിസ്റ്റൻസ്, മ്യൂസിക് ആ ഒരു സ്ഥലത്താണ് ഇത് റെസിസ്റ്റൻസ് ആയി മാറുന്നതെന്ന് പറയുന്നത്. വേറെ ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യത്തിനെ ഓപ്പൺലി വന്ന് അതൊരു പാട്ടായിട്ട് പാടുമ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജിന് മുമ്പിൽ, എന്നിട്ട് അതൊരു സോങ് ഓഫ് ദി ഇയർ ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എന്തുമാത്രം ആളുകളിലേക്ക് റീച്ച് ചെയ്തു എന്നുള്ളതും കൂടിയാണ്, അതിൻ്റെ സക്സസ് ആണ് അത് കാണിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് വരുന്ന ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആരാണിത് എഴുതിയത്, കമ്പോസ് ചെയ്ത്, ആരാണിത് റെക്കോർഡ് ചെയ്തതെന്നുള്ളതും. 1939 ഇത് എഴുതിയത് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്, ആ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് തുടക്കമിട്ടത് ഇതാണെന്നും ഒക്കെ പറയുക. ആൻഡ് ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതിനകത്തുള്ള ക്രൂവലായിട്ടുള്ള ഇമേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കടന്ന് തൂങ്ങിയാടുന്നതായിട്ട്, ബ്ലഡ് അവിടെ എവിടെയും പറ്റി കിടക്കുന്നതായിട്ട്, ബൾജിങ് ഐസ്, ട്വിസ്റ്റഡ് മൗത്ത്, ബേണിംഗ് ഫ്ലഷ്, പിന്നെ കാക്കകൾ വന്ന് കൊത്തുന്ന, റെയിൻ വരുന്ന, വിൻഡ് വരുന്ന, സൺ അതിനെ റോട്ട് ചെയ്യുന്നു ആ ഡെഡ് ബോഡിയെ, പിന്നെ ട്രീ തന്നെ ഒരു ഫ്രൂട്ട് പോലെ അതിന് താഴെ തള്ളിയിടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന വയലൻ്റ് ആയിട്ടുള്ള ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.